ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കോക്കനട്ട് ബർഫിയുടെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടെ നാക്കി വയ്ക്കണേ. ആദ്യം തന്നെ നമ്മുടെ കോക്കനട്ട് ബർഫിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെയ്യണതിന് അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഗ്ലാസ്സിലായാലും അളന്നെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവ് പറയുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിലിപ്പോൾ വാങ്ങിയതിരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വീട്ടിൽ ചെയ്യാനായിട്ട് ഒരു തേങ്ങയെടുത്ത് അതിൻ്റെ ചിരട്ട മാറ്റിയതിന് ശേഷം അതിൻ്റെ ബ്രൗൺ സ്കിൻ ഉണ്ടല്ലോ അത് മൊത്തം റിമൂവ് ചെയ്യണം. തേങ്ങയിൽ ഒട്ടും ബ്രൗൺ സ്കിൻ ഉണ്ടാവാൻ പാടില്ല, എന്നാലും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന പോലെ ഈ വൈറ്റ് കളറിൽ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടും. എന്നിട്ട് തേങ്ങയൊന്ന് വാഷ് ചെയ്യുക. നല്ലൊരു കോട്ടൺ തുണി വെച്ച് തുടച്ച് വെള്ളം ഒട്ടും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച തേങ്ങ ലോ ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കുക. കളർ ഒട്ടും ചേഞ്ച് ആവാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം. ഇങ്ങനെ വറുക്കുമ്പോൾ തേങ്ങാപ്പാൽ വറ്റി തേങ്ങ നല്ല ഡ്രൈ ആവും. അതുതന്നെയാണ് നമ്മളുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അറിയുന്ന ഒരുപാട് പേരുണ്ടാവും, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത് മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ്. ഇത് നമ്മുടെ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് തന്നെയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ശ്രീസ് കുക്കിംഗ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് മിൽക്ക് മെയ്ഡ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് ചേർക്കാതെ കുറച്ചായിട്ട് ചേർത്ത് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ മൊത്തം മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിൽ നിന്ന് ഒരു ബൗൾ നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. മറ്റേ ബൗളിലേക്ക് ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സ് ഞാനൊരു 6 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത് സ്പൂൺ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റീൽ പാത്രം കമഴ്ത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് നെയ്യ് ഒന്ന് നല്ലതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്ട്രോബെറിയുടെ മിക്സ് ഒഴിച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് കൈവച്ച് തന്നെ ദൈ ചെയ്യുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ അത്യാവശ്യം നല്ല ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് ബട്ടർ പേപ്പർ നമുക്ക് പൊതിഞ്ഞ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി സെയിം പാത്രത്തിൽ തന്നെ ഒരു ബട്ടർ പേപ്പർ ഇട്ട് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ മറ്റേ ബൗളിലിരുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തി പരത്തുന്ന കോലിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ഡെസിക്കേറ്റഡ് കോക്കനട്ടില്ലേ അത് വെച്ച് കൊടുക്കണം. ഇപ്പം ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ബട്ടർ പേപ്പർ മാറ്റി നമ്മൾ പരത്തിയതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ വെച്ച് തന്നെ ഞാനിതൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഇവിടം വരെ മതിയാകും. ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പറിൽ തന്നെ പൊതിഞ്ഞ് 20 മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. അത് ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് പരത്തിയെടുത്തപ്പം കട്ട് ചെയ്ത് മാറ്റി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ അതാണിത്. ഇതിലേക്ക് 2 സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ചെടുത്ത് കൈവച്ച് തന്നെ ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നിന്ന് 4 എണ്ണമാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം അത് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. സൈഡിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ്.
മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം. നമ്മുടെ കോക്കനട്ട് ബർഫി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ ലഡു പോലെ ആക്കി വെച്ചതും കൂടെ ഞാൻ നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോക്കനട്ട് ബർഫിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാവും ഇത്. മധുരം കറക്റ്റാണ്. പിന്നെ നമ്മൾ ആ സ്ട്രോബെറിയുടെ മിക്സ് ചേർത്തില്ലേ, ആ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറും കൂടി അപ്പോൾ ഇതിൽ വരുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കോക്കനട്ട് ബർഫിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അടുത്ത് തന്നെ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.